UDF-നൊപ്പം ചേർന്നതിന് ശേഷമുള്ള RSPയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും AA അസീസിനെ തെരഞ്ഞെടുത്തു. അസീസിന്റെ തെരഞ്ഞെടുപ്പോടെ പുതിയ പോരാട്ടത്തിനാണത്രേ RSP കോപ്പുകൂട്ടുന്നത്. കൊല്ലത്തെ പാർട്ടി RSP ഒരു കൊല്ലം പാർട്ടിയാണ്. കൊല്ലത്താണ് RSP. ഞങ്ങളെ അത് പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നു. ചവറയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി അവിടെ മാത്രമൊക്കെ ഉള്ളെന്നായിരുന്നു പല ആളുകളും പലപ്പോഴായി പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പലരും പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരു പാർട്ടിയാണ്. പാർട്ടി വിട്ടുപോയതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്, അതിന് ക്ഷതമുണ്ട് എന്നൊക്കെ ഇപ്പോൾ പ്രധാന പാർട്ടിയായ CPIM-ഉം അതിൻ്റെ നേതാക്കന്മാരും എല്ലാം തന്നെ പറയുന്നുണ്ട്. യുവജനങ്ങളാണ് ഒരുപാട് ആളുകൾ. അപ്പോൾ യുവജന RYF-ന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള പേരുകൾ പറയണോ? കുരീപ്പുഴ മോഹൻ, സജി D ആനന്ദ്, C ഉണ്ണികൃഷ്ണൻ, സലീം B ചാക്കോ, തിരുവനന്തപുരത്ത് നിന്ന് എത്ര എല്ലാം യുവജനങ്ങളാണ്. വയസ്സന്മാർ വളരെ കുറവാണ്. നിരവധി ആളുകൾ ചേരുന്നതല്ലേ ഒരു പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ ആരോഗ്യകരമായ ചർച്ച, എന്നിട്ടും TV-യിൽ വരുന്നു. എന്താ വരുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ ഈ വാർത്തകൾ, ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിപ്പൊക്കുന്നത്? വാസ്തവം ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഇല്ലാത്ത വാർത്തകൾ, ഈ ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ എണ്ണം പെരുകിയപ്പോൾ നിങ്ങൾക്ക് വാർത്തകളാവും, എവിടുന്നെങ്കിലും വാർത്തകളാവേണ്ടത്. വാസ്തവത്തിലാവൊന്നും ശരിയല്ല. ഉള്ള വാർത്തകൾ മാത്രമേ കൊടുക്കാവൂ, കിട്ടുന്ന വാർത്തകളെ കൊടുക്കാവൂ. അസീസിന്റെ പട്ടാഭിഷേകമൊക്കെ ഗംഭീരമായി. എന്നാൽ കേരളത്തിൽ കോൺഗ്രസിനൊപ്പവും ബംഗാളിൽ CPIM-നൊപ്പവും മറ്റുള്ള ഇടങ്ങളിൽ മറ്റു പലർക്കൊപ്പവും ചേർന്നുള്ള ഈ രാഷ്ട്രീയ പരിപാടി ശരിയാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. അത് ദേശീയ സമ്മേളനത്തിൽ തീരുമാനിക്കും എന്നാണ് അസീസ് പറയുന്നത്. എന്തായാലും അവസരവാദത്തിന് പുതിയ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ കണ്ടെത്തും വരെ കാത്തിരിക്കാം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.